ഏവർക്കും എസ് വിഷൻ ബ്ലോഗിലേക്ക് സ്വാഗതം. സത്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മാനസിക അസ്വസ്ഥതകളുണ്ട് എന്ന വാർത്തകൾ ധാരാളമായി ഉണ്ടായെങ്കിലും അദ്ദേഹത്തിന് കൃത്യമായ മാനസിക അസ്വസ്ഥതകളും മാനസികമായ രോഗങ്ങളും വൈകല്യങ്ങളും ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രസ്താവനകളും പ്രഖ്യാപനങ്ങളും അങ്ങനെയുള്ള ചില പെരുമാറ്റങ്ങളുമാണ് അദ്ദേഹത്തിൽ നിന്നും നമ്മൾ ഇപ്പോൾ കണ്ടുവരുന്നത്. ലോകത്തിലെ തന്നെ 140 കോടി ജനങ്ങളുടെ ആത്മീയ നേതാവായ ലിയോ 14 എന്ന പ്രിയപ്പെട്ട പോപ്പിനെ പറ്റി അദ്ദേഹം പറയുന്നത്, ഞാൻ തന്നെയാണ് യേശു ക്രിസ്തു എന്നും എന്നെ പഠിപ്പിക്കാൻ വരണ്ടെന്നും ആത്മീയ നേതാക്കന്മാരുടെ പണിയെടുത്താൽ മതിയെന്നും രാഷ്ട്രീയക്കാരായ ആളുകളുടെ പണിയെടുക്കുമെന്നുമുള്ള തരത്തിൽ ലോകത്തിലെ മൊത്തം ക്രിസ്തീയ സമൂഹത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൽ നിന്നും നിരന്തരമായി ഇപ്പോൾ ഉണ്ടാകുന്നത്. ബഹുമാനപ്പെട്ട പോപ്പ് ആത്മീയമായ കാര്യങ്ങൾ മാത്രമല്ല, സമൂഹത്തിന്റെ ശാന്തിയിലും സമാധാനത്തിലും ശുശ്രൂഷയിലും അദ്ദേഹത്തിന്റെ സുവിശേഷം പറയുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ബാധ്യതയായിരിക്കെ അദ്ദേഹം പറയുന്ന നല്ല വാക്കുകളെ ജനങ്ങൾക്കിടയിൽ വളരെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന തരത്തിലേക്ക് അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് ഡൊണാൾഡ് ട്രംപിന്റെ പെരുമാറ്റം ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഇപ്പോൾ ആദ്യം ഹോർമൂസ് കടലിടുക്ക് തുറക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ട്രംപ് യുദ്ധം നടത്തിയതെങ്കിൽ ഇപ്പോൾ പരിപൂർണമായും ഹോർമൂസ് കടലിടുക്ക് ട്രംപിന്റെ നേതൃത്വത്തിൽ, അമേരിക്കയുടെ നേതൃത്വത്തിൽ ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ട് ഒരു രാജ്യത്തിന്റെയും കപ്പലുകൾക്ക് അതിലൂടെ കടന്നു പോകാൻ പറ്റാത്ത വളരെ ദുർഘടമായ ഒരു അവസ്ഥയാണ് ഡൊണാൾഡ് ട്രംപ് തന്നെ ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. ഇതുവരെ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിരുന്നത്, ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത്, ഇറാൻ എന്ന് പറയുന്ന രാഷ്ട്രം ലോക ജനതയ്ക്ക് ഊർജം അതുപോലെ തന്നെ ഇന്ധനങ്ങൾ ലഭ്യമാകുന്നതിന് തടസ്സം നിൽക്കുന്നു, അവരുടെ അധീനതയുള്ള ഹോർമൂസ് കടലിടുക്ക് അടച്ചുകൊണ്ട് മറ്റു രാജ്യങ്ങൾക്ക് കിട്ടേണ്ട ന്യായമായ ഇന്ധനങ്ങൾ ലഭ്യമാകാത്ത തരത്തിൽ കപ്പലുകളെ ആ റൂട്ടിലൂടെ യാത്ര ചെയ്യാൻ അനുവദിക്കാത്ത തരത്തിൽ അവർ പെരുമാറുന്നത് കൊണ്ടാണ് ഞാൻ യുദ്ധം ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ, എന്നാൽ അതേ ഹോർമൂസ് തന്നെ പൂർണ്ണമായി അടച്ചുകൊണ്ട് ഒരു രാജ്യത്തിന്റെ കപ്പലുകൾ ആ കടലിടുക്കിന്റെ ചാലുകൾ താണ്ടുകയാണെങ്കിൽ ചിന്ന ഭിന്നമാക്കും എന്നുള്ള തരത്തിലുള്ള ഭീഷണിയാണ് ഇന്ന് ട്രംപിൽ നിന്നുണ്ടാകുന്നത്. സത്യത്തിൽ ഇറാൻ എന്ന് പറയുന്ന രാഷ്ട്രത്തിന്റെ ഭാഗമായ ഹോർമൂസ് കടലിടുക്കിന്റെ പൂർണ്ണ നിയന്ത്രണം ഇറാന്റെ ഭാഗത്ത് തന്നെ, ഇറാന്റെ കൈവശം തന്നെ ഉണ്ടായ കാലഘട്ടങ്ങളിലൊക്കെയും യാതൊരു പ്രയാസവും കൂടാതെ എല്ലാ രാജ്യങ്ങൾക്കുമുള്ള പെട്രോളുകളും ഇന്ധനങ്ങളുമൊക്കെ കപ്പൽ മാർഗം ഹോർമൂസിലൂടെ ധാരാളമായി മറ്റു രാജ്യങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരുന്നു. എന്നാൽ യുദ്ധത്തിന്റെ ഭാഗമായി, യുദ്ധത്തിന്റെ ഒരു തന്ത്രം എന്നുള്ള നിലയ്ക്ക് ഇറാൻ അതിന് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയപ്പോൾ ഹോർമൂസിനെ, ആ കപ്പൽ ചാലിനെ പൂർണ്ണമായി ഗതാഗത യോഗ്യമാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യുദ്ധം ചെയ്ത ട്രംപ് തന്നെ ഇന്ന് ലോക ജനതയ്ക്ക് ഊർജം കിട്ടാത്ത തരത്തിൽ, ഇന്ധനം ലഭ്യമാകാത്ത തരത്തിലുള്ള ദുരന്തങ്ങളും ഉപരോധങ്ങളും ഏർപ്പെടുത്തുന്ന അവസ്ഥയാണുള്ളത്. അദ്ദേഹത്തിന്റെ മൊത്തം പ്രവർത്തനങ്ങളിൽ ഒരു മാനസികമായ അസ്വസ്ഥതകൾ, അല്ലെങ്കിൽ എന്തോ ഒരു ചെറിയ ഒരു മാനസികമായി അദ്ദേഹത്തിൽ നിന്ന് എന്തോ ഒന്ന് നഷ്ടപ്പെട്ടു പോയ ഒരു സാഹചര്യമാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവനകളും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന്റെ വിലയിരുത്തലുകളും ഒക്കെ നമ്മൾ കൃത്യമായി നിരീക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ ഡൊണാൾഡ് ട്രംപിന്റെ പ്രവർത്തനങ്ങൾ ലോക ജനതയ്ക്ക് തന്നെ ഇന്ന് ഭീഷണിയാവുന്ന തരത്തിലാണ്. അദ്ദേഹം നാറ്റോ രാജ്യങ്ങളുടെ പിന്തുണ തേടിയെങ്കിലും ഫ്രാൻസും ബ്രിട്ടനും പൂർണ്ണമായി ഞങ്ങൾ ഹോർമൂസ് കടലിടുക്കിലേക്ക് ഒരു കാരണവശാലും നാവികസേനയെയോ കപ്പലുകളെയോ അയക്കില്ലെന്ന പ്രസ്താവനയുമായി വന്നു കഴിഞ്ഞു. അതുപോലെ മറ്റ് രാജ്യങ്ങളും അതേ തരത്തിലുള്ള പ്രസ്താവനകളുമായി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഹോർമൂസിന്റെ നിയന്ത്രണങ്ങൾ പൂർണ്ണമായും ഇറാന്റെ കൈവശം ഇരിക്കെ അതിലൂടെ ഇന്ത്യയുടെ ഒരു കപ്പൽ കടന്നുപോയതായും ചില റിപ്പോർട്ടുകൾ നമുക്കുണ്ട്. ഇറാന്റെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് ഇന്ത്യയുടെ ഒരു കപ്പൽ അതിലൂടെ കടന്നുപോയത് എന്നാണ്
വാർത്താ മാധ്യമങ്ങളിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. എന്നാൽ അമേരിക്കയുടെ നാവികസേനയുടെ 10-14 യുദ്ധക്കപ്പലുകൾ ഹോർമൂസിന്റെ വളരെ അകലെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നും ഹോർമൂസിലേക്ക് അടുക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ലെന്നും ഹോർമൂസിലേക്ക് വരുന്ന കപ്പലുകളെ തരിപ്പണമാക്കുമെന്ന ട്രംപിന്റെ പ്രസ്താവനയിലൂടെ 2000-ൽ പരം കപ്പലുകളാണ് അവിടെ നങ്കൂരമിട്ടിരിക്കുന്നത് എന്നുമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതൊക്കെയും തന്നെ തലതിരിഞ്ഞ ഒരു നിലപാടും നയവുമായി ലോക പോലീസ് എന്ന് അവകാശപ്പെടുന്ന അമേരിക്ക നടത്തുന്ന പേക്കൂത്തായി മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇതേപോലെ തന്നെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അമേരിക്കയെയും ഡൊണാൾഡ് ട്രംപിനെയും നിയന്ത്രിച്ചില്ലെങ്കിൽ ലോകത്ത് വലിയ ഭവിഷ്യത്തുകൾ സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഞാൻ സകല യുദ്ധങ്ങൾക്കും എതിരാണ്. ഞാൻ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. രാജ്യത്തിന്റെ മൗലികമായ അവകാശങ്ങൾക്ക് വേണ്ടിയായിരിക്കും ഞാൻ നിലകൊള്ളുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമേരിക്കയിലെ ജനങ്ങളുടെ വോട്ട് വാങ്ങി അധികാരത്തിൽ വന്നിട്ട് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പേക്കൂത്തുകൾ കാണുമ്പോൾ ലോക ജനത തന്നെ മൂക്കത്ത് വിരൽ വെക്കുന്ന അവസ്ഥയാണുള്ളത്. ഏതായിരുന്നാൽ ഈ വസ്തുതകളൊക്കെയും മനസ്സിലാക്കിക്കൊണ്ട് തുർക്കിയുടെ നേതൃത്വത്തിലുള്ള ചർച്ച വീണ്ടും പുനരാരംഭിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നറിയുന്നതും വളരെ സ്വാഗതാർഹമാണ്. ഏതായിരുന്നാലും ഇറാന്റെ പരമാധികാരം സംരക്ഷിക്കപ്പെടുന്നതിനോടൊപ്പം തന്നെ മറ്റു രാജ്യങ്ങളുടെ ന്യായമായി അവർക്ക് ലഭിക്കേണ്ട ഇന്ധനവും ഊർജവും ലഭ്യമാകുന്നതിന് വേണ്ടി ഹോർമൂസിനെ ആ ഉപരോധം ട്രംപ് അവസാനിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതും കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അതിനായി ലോകരാജ്യങ്ങൾ ഒന്നിക്കുകയും ലോകസമാധാനത്തിനായി പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളത് ലോകരാജ്യങ്ങളുടെ ലോക നേതാക്കന്മാരുടെ കടമയാണെന്ന് മാത്രം ബോധിപ്പിച്ചുകൊണ്ട് അതിന് വാക്കുകൾ ശ്രവിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.